സമാഗമത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ പി ബാലചന്ദ്രൻ. ഏതായാലും ബാലേട്ടന് ഇപ്പോൾ ശരത്തിന് അഭിനന്ദനം കൊടുത്ത പോലെ തന്നെ ബാലേട്ടനെയും ഞാൻ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. വളരെ സന്തോഷം. മേഘരൂപൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടി, ഒരുപാട് അവാർഡുകൾ, മികച്ച രണ്ടാമത്തെ സിനിമ, സംഗീത സംവിധായകൻ, എഡിറ്റർ, നിറയെ അവാർഡുകൾ. ഏതായാലും ഇവിടെ മേഘരൂപനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇത്ര നേരം അതിൻ്റെ സംഗീത വിഭാഗത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ അത് മാത്രം പോരാ ആ സിനിമയെക്കുറിച്ച് എന്ന് എനിക്ക് തോന്നുന്നു സംസാരിക്കും. എന്നിട്ട് സംഗീതത്തിലേക്ക് തിരിച്ചു വരാം. കാരണം പിയെക്കുറിച്ചാണ് അല്ലെ, പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ആരാധിക്കുന്ന കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിന് അല്ലേ ആത്മകഥാംശമുള്ള ഇതിനെ ആധാരമാക്കിയാണ് ബാലേട്ടൻ ആ സിനിമ ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് ഒരു തോന്നൽ, ഇപ്പോൾ ആദ്യത്തെ ഒരു സംവിധാന സംരംഭം എന്നുള്ള രീതിയിൽ? സാധാരണ ജനങ്ങൾക്ക് സന്തോഷിച്ചു പോകാൻ പറ്റാവുന്ന ഒരു സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതേസമയം കുഞ്ഞിരാമൻ നായരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു മലയാളം വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരുപാട് അറിയുകയും ചെയ്തപ്പം എനിക്ക് തോന്നിയത് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് എലിമെൻറ്റ് വളരെ കൂടുതലുണ്ട്. എന്തായാലും വി കെ പ്രകാശിന് വേണ്ടിയിട്ട് ആലോചിച്ച് എഴുതി തുടങ്ങിയതാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഒരു ഘട്ടമായപ്പം എന്നിലെ സ്വാർത്ഥത എന്നോട് പറഞ്ഞു, അത് പ്രകാശിനോട് പറഞ്ഞു, അത് വേണ്ട നീ തന്നെ ചെയ്യുക എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഞാൻ പ്രകാശിനോട് ചോദിച്ചപ്പം എന്നാ ബാലേട്ടൻ ബാലേട്ടൻ കുറേ കാലം കൊണ്ടേ പറയുന്നുണ്ടല്ലോ, ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സാധാരണക്കാരന് പോകാൻ പറ്റാവുന്ന എല്ലാവിധ ഘടകങ്ങളും ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പോൾ പാട്ടുമൊക്കെ ഞാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില്ല, ഒരുപാട് പാട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് പാട്ടിനും കൂടുതൽ അവസരങ്ങൾ, അതാണ് ശരത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ശരത്തിലേക്ക് എത്തിയത്. അപ്പം ഞാൻ ശരത്തിനോട് പറഞ്ഞത്, ഇതൊരു നാടൻ പാട്ട്, അങ്ങനത്തെ ആ ഒരു റേസിൽപ്പെട്ട ഒരു കുട്ടിയല്ല. പഴയ നാടൻ പാട്ടുകൾ പാടുക, അതിനൊക്കെയുള്ള ശേഷിയുണ്ട്. അല്ലാതെ അവള് ഇല്ല എന്നൊന്നും ആക്കല്ലേ കുഞ്ഞ്, അങ്ങനത്തത് വേണ്ട. അല്ലാതെ ഇതേപോലത്തെ വേറൊരു ഉള്ള ഒരു കുട്ടി നാടൻ പാട്ടുകൾ പാടുന്ന പോലത്തെ രീതിയിൽ ഉള്ള ഒരു സംഭവം ചെയ്ത അപ്പോഴത്തെ അവന് സംഭവം പിടികിട്ടി. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അങ്ങനെ ആണ്ടേലുണ്ട് സംഭവം ഉണ്ടാവുന്നത്. ശരത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ മേഘരൂപൻ വിട്ടാൽ ബാലേട്ടനായിട്ട് ഇതിനു മുമ്പും വേറെ സിനിമ? ബാലേട്ടനെ ഞാൻ എൻ്റെ ആദ്യത്തെ നവോദയ രാജുവേട്ടൻ്റെ വേറൊരു പടം ഗാന്ധർവം എന്ന് പറഞ്ഞൊരു പടം 88 ഒരു എൻഡിലൊക്കെ കണ്ട് അഭിനയിച്ച ഗാന്ധർവല്ല, ടൈറ്റിൽ മാത്രം ഗാന്ധർവം എന്നിട്ട് ഒരു പടം ചെയ്യാനാണ് ഞാൻ ആദ്യം വരുന്നത്. അപ്പോൾ ഒരു താടിയൊക്കെ വളർത്തി വളരെ സീരിയസ് ആയിട്ടുള്ള, ചിരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ, നീളം കുറഞ്ഞിട്ട് നമ്മളെയൊക്കെ ഒരു പുച്ഛമായിട്ടുള്ള, മനുഷ്യരാശിയെ തന്നെ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള രീതിയാണ് ഞാൻ ബാലേട്ടനെ കാണുന്നത്. അപ്പോൾ ബാലേട്ടൻ എന്നെ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ താടി പിടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് താടി ഇല്ലാത്തതുകൊണ്ട് പിടിച്ച് കാണിക്കുകയാണോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ കൈതപ്രാണാച്ചിയുണ്ട് എഴുതാൻ. ഒരു സിറ്റുവേഷനിൽ 45 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ ബാലേട്ടനെ പഠിച്ച് താടി എറിഞ്ഞിട്ട് വേണ്ടാതായ പാട്ടുകളാണ്. കാരണം നമ്മൾ പാടിക്കൊണ്ട് വരുന്നിടയ്ക്ക് പിടിക്കുമ്പോൾ അപ്പച്ച സാറ് പറയും, അത് വേണ്ടല്ലോ, അത് മാറ്റാം. നേരത്തെ അദ്ദേഹം താടി പിടിച്ചു, അതുകൊണ്ട് ആ ട്യൂൺ മാറ്റാന്ന് പപ്പ. അങ്ങനെ 45 പാട്ടോളം ചെയ്തിട്ടുണ്ട്. 46ാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ 1ാമത്തെ പാട്ടാണ്. അതേ ട്യൂൺ തന്നെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലേട്ടൻ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടൊരാളായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ ബാലേട്ടനായിട്ട് വളരെ അടുപ്പം വരുന്നത് പവിത്രം, അതിന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ബാലേട്ടൻ്റെ കൂടെ ആയിരുന്നു താമസം. അപ്പോഴാണ് ബാലേട്ടൻ്റെ യഥാർത്ഥ ഒരു തരികിടെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഗൗരവമൊക്കെ വെറും അഭിനയമാണെന്നാണ് മനസ്സിലാവുന്നത്. വെറും കള്ളൻ. ശരത്തിന് അവാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനും രാജീവും കൂടെ നവോദയയിൽ 1987 ഒത്തുകൂടിയതാണെന്ന് വേണമെങ്കിൽ തിരിച്ചാലോചിക്കാം. കാര്യം അത്ര ഗംഭീരമായ പാട്ടുകളായിരുന്നു. ഇന്നും ഇപ്പോൾ ശരത്തെന്നും പറഞ്ഞ് പറയുമ്പോൾ ആദ്യം വരുന്നത് ആ ക്ഷണക്കത്തിൽ പിന്നീട് ഉപയോഗിച്ചപ്പോൾ ആ പാട്ടുകളൊക്കെ പലതും പിന്നെ ക്ഷണക്കത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം വേണ്ടി വന്നല്ലോ ശരത്ത് ഇതിലേക്ക് എത്താൻ, ഇത് കിട്ടാനുള്ള ഒരു യോഗം വരാനെന്ന് ഞാൻ പറയാം. സത്യത്തിൽ അന്നേ വലിയ കാര്യമൊന്നുമില്ല, അവാർഡും അല്ലല്ലോ. ഇപ്പോഴും ചിലപ്പം ഈ സംഗീതം അറിയാവുന്നവർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ പടത്തിലെ പാട്ട്, ഇവൻ മേഘരൂപനിലെ പാട്ടിനേക്കാൾ ചിലപ്പോൾ ഇപ്പോഴും ഞാനത് പറയുമ്പോൾ അവർ ആകാശദീപം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നവരുണ്ട്.
അപ്പോൾ അന്ന് അവിടെ വെച്ച് തുടങ്ങിയ ബന്ധമാണ്. പക്ഷെ പിൻകാലത്ത് അത് ഈ പറഞ്ഞ പോലെ ഒരു തമാശ ബന്ധമായി പോയി. ഈ സംഗീതമൊക്കെ പോയിട്ട് ശരത്തിന് മ്യൂസിക്കിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ മലയാളത്തിലുള്ള മറ്റേത് മ്യൂസിക് ഡയറക്ടറേക്കാളും അവഗാഹമായൊരു ജ്ഞാനം സംഗീതത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ തലമുറയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ആദ്യമൊക്കെ തോന്നിയിട്ടുള്ള ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തിൻ്റെ എന്താ പറയുക ഈ സംഗീതത്തിലുള്ള ജ്ഞാനം മുഴുവൻ ഒരു പാട്ടിലേക്ക് കയറ്റാനായിട്ട് ഉണ്ട് എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ ഈ മേഘരൂപനിൽ വന്നപ്പോൾ വളരെ സിമ്പിളായിട്ടില്ലേ സാധാരണ എനിക്ക് പറയാൻ ഭയങ്കര സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ശരത്തിനോട് പറഞ്ഞ് ഇടാവേ ഇയാൾ ഇതിൻ്റെ സ്കെയിൽ വെക്കേണ്ട എങ്ങനെയാണെന്നറിയോ, ഈ ഒരു സംഗീതമൊക്കെ അറിയാവുന്നവർക്ക് പാടാൻ വേണ്ടിയിട്ടാകരുത്, എനിക്ക് പാടാനാണെന്നുള്ള മട്ടി പാടുന്നത് ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല, ഇത്രയും പൊട്ട ഒരു പാട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ പാട്ട് വേണ്ടല്ലോ. അല്ല ആർക്കും ഒന്ന് മൂളാനും പാടാനും ഒക്കെ പറ്റുന്ന അത്ര ഒരു സിമ്പിൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം സിമ്പിളാകാനാണ് പാട്. അപ്പം അത് ഇതിനകത്ത് കുറേ വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട് ആ സിംപ്ലിസിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ശരത്തിൻ്റെ ആ അവബോധങ്ങൾ മുഴുവനും സിമ്പിളാക്കി വരുന്നതിൻ്റെ ഒരു ബലം ഈ പാട്ടിനുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾ നല്ല ജനങ്ങൾക്ക് ഈസിയായിട്ട് പാടാൻ പറ്റുന്നത് എന്നാൽ ആത്മാവുള്ളതുമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അല്ല തീർച്ചയായിട്ടും പാട്ടുകൾ എന്തായാലും അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ട് ടപ്പാങ്കുത്ത് അടിച്ചിട്ട് കാര്യമില്ല. അത് അതിൻ്റെതായ സംഗീതം അറിയുന്ന ആൾക്ക് പക്ഷേ പ്രത്യേകിച്ച് അത് നടക്കില്ല, സാധിക്കില്ല. എന്തായാലും ബാലേട്ട നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതൽ ശരത്തിന്? ഒന്നുമില്ല, പിന്നെ മരുദോഷങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത് ഇവിടെ ആരും കേൾക്കണ്ട, അല്ലാതെ ചെവിയിൽ നമുക്ക് പിന്നൊരു പറയാൻ പലത് പുറത്തൊരു സമാഗമാകാം. അപ്പോൾ ഒരിക്കൽ കൂടി മേഘരൂപൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുകയാണ്. ഇനിയും നല്ല നല്ല സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശരത്തുമായിട്ട്.